ത്രിയേക ദൈവത്തിന് സ്തുതി. യേശുവിൽ സ്നേഹവന്ദനം. വിശുദ്ധ പാസ്കൽ പെയ്പോൺ പറഞ്ഞു, ദൈവത്തോട് നിങ്ങളുടെ ഹൃദയം ശിശുവിനെ പോലെയാകണം. അയൽക്കാരനോട് നിങ്ങളുടെ ഹൃദയം അമ്മയെപ്പോലെയാകണം. നിങ്ങളോട് നിങ്ങളുടെ ഹൃദയം ഒരു നിയമപാലകനെ പോലെയാകണം. അദ്ദേഹം പറഞ്ഞത് അക്ഷരം പ്രതി ജീവിതത്തിൽ അനുവർത്തിച്ചവനാണ് വിശുദ്ധ യൗസേപ്പ് പിതാവ്. ഒരു ശിശുവിനെ പോലെ പിതാവിൻ്റെ മാറോട് ചേർന്ന് നിൽക്കുവാൻ മനസ്സു കാണിച്ച മനുഷ്യൻ. ദാസന്മാരുടെ കണ്ണ് യജമാനന്മാരുടെ പക്കലും ദാസിമാരുടെ കണ്ണ് യജമാനത്തിമാരുടെ പക്കലും എന്നതുപോലെ ദൈവത്തിലേക്ക് മാത്രം നോക്കി അവനിൽ മാത്രം ആശ്രയിച്ച് അവനോട് മാത്രം ആലോചന ചോദിച്ച മാന്യനായ മനുഷ്യൻ. അമ്മയുടെ ഹൃദയത്തിൻ്റെ ആർദ്രതയും അനുകമ്പയും അപരനോട് കാണിച്ച ജീവിതം. കന്യകമറിയാമിനെ ശിക്ഷയ്ക്ക് വിധിക്കാൻ മതിയായ കാരണങ്ങൾ ഉണ്ടായിരുന്നിട്ടും മനസ്സലിവോടും കാരുണ്യത്തോടും കൂടെ അവളെ താനായിട്ട് അപമാനിതയാക്കരുത് എന്ന് ആഗ്രഹിച്ച മനുഷ്യൻ. അങ്ങനെ വിട്ടാൽ പറ്റില്ല, ഒരു പാഠം പഠിപ്പിക്കണമെന്ന് എല്ലാവരും പറയുന്ന കാലത്ത് കാരുണ്യപൂർവം കരുതിയ വിശുദ്ധൻ. ഞാനും നിന്നെ വിധിക്കുന്നില്ല എന്നായിരുന്നു പാപിനിയായ സ്ത്രീയോട് പോലും ക്രിസ്തുവിൻ്റെ നിലപാട്. ആ ക്രിസ്തുവിൻ്റെ ഹൃദയം നമുക്ക് സ്വന്തമാക്കുവാൻ കഴിയണം. അപരനെ വിധിക്കാനും വധിക്കാനുമല്ല, മറുവില നൽകി വീണ്ടെടുക്കുകയായിരുന്നു ക്രിസ്തുവിൻ്റെ രീതി. അപരനെ വിധിക്കാൻ ആവേശം കാണിക്കാതെ വീണ്ടെടുക്കുവാൻ അധ്വാനിക്കുക. ഒരു ചെറിയ കുഞ്ഞിൻ്റെ രണ്ടു കൈയിലും ഓരോ ആപ്പിൾ ഇരിക്കുന്ന സമയത്ത് ഒരാൾ ചോദിച്ചു, മോനെ, ഒരാപ്പിൾ എനിക്ക് തരാമോ? ഉടനെ അവൻ വലതു കൈയിലുണ്ടായിരുന്ന ആപ്പിൾ ഒന്ന് കടിച്ചു. അപ്പോൾ അയാൾ കരുതി അവൻ്റെ ഇടതുകൈയിലെ കടിക്കാത്ത ആപ്പിൾ അവൻ തനിക്ക് തരുമായിരിക്കുമെന്ന്. അപ്പോൾ തന്നെ അവൻ അവൻ്റെ ഇടതുകൈയിലെ ആപ്പിളും കടിച്ചു. ആ കുഞ്ഞ് തന്നെ കബളിപ്പിച്ചല്ലോ എന്ന് അയാൾ കരുതിയപ്പോൾ അവൻ വലതുകൈയിലെ ആപ്പിൾ അയാൾക്കു നേരെ നീട്ടിയിട്ട് പറഞ്ഞു, അങ്കിൾ, ഇതെടുത്തോളൂ, ഇതിനാണ് കൂടുതൽ മധുരം. 1 യോഹന്നാൻ 4:11. പ്രിയമുള്ളവരെ, ദൈവം നമ്മെ ഇങ്ങനെ സ്നേഹിച്ചുവെങ്കിൽ നാമും അന്യോന്യം സ്നേഹിക്കേണ്ടതാകുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ചൻ.